പോയി മേലൊക്കെ ഒന്ന് കഴുകുന്നേ. എത്ര തെങ്ങ് കയറി ഇറങ്ങിയാന്നറിയാമോ ഈ കള്ളിന് വേണ്ടി? ഷാപ്പിൽ ഇളക്കാൻ നേരത്തെ എന്ത് പറയും? ഷാപ്പിൽ ഇളക്കാൻ നേരത്തെ ശങ്കരായിട്ടൊരു അബദ്ധം പറ്റിയാന്ന് പറ. ഈ കുടത്തിൽ കൊണ്ടിരുന്ന പന്ത് എന്റെ തലയ്ക്ക് കൊണ്ടിരുന്നെങ്കിലോ? അപ്പൊ തലയ്ക്കകത്തൊന്നും ഇല്ലല്ലോ. അല്ല, ഈ കള്ള് കുടത്തിലാണെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. പോക്കിരുത്തരം പറയരുത്. ക്ഷമിക്ക് രാഘവ. ക്ഷമിക്കണ പണിയൊന്നുമില്ല. പോയ കള്ളിന്റെ കാശ് കാശ് എന്റെ ആകെ ഈ 50 രൂപയേ ഉള്ളൂ. അത് വീട്ടു സാമാനങ്ങൾ വാങ്ങിക്കാൻ കൊണ്ടുവന്നതാണ്. നമുക്ക് പിന്നെ കാണാം. പിന്നെ കാണാം. പോയില്ല. പകുതി വഴിയുന്നപ്പോ ഒരു സംശയം. എന്തേ? അലക്കുന്ന സോപ്പ് സൺലൈറ്റ് ആണോ 500 ആണോ? അതിപ്പോ ഏതായാലും പോരെ. അത് ശരി. അപ്പൊ സോപ്പ് മിനിക്കാരെ വെറുതെ ഒരു പേരുണ്ടാക്കിയിരിക്ക. നിന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഗീതേ, ഗീതേ, എന്താ? അതെ, പൊട്ടിപ്പോയി. എന്ത് കുടവേ? ആരുടെ? ആ രാഘവന്റെ ചെറിയ കുടവാ. അതിന് നമുക്കെന്താ? അത് ഇതുണ്ടായിരുന്നു. ഏത് കല്ല്? അതെ, പിള്ളേര് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കാൻ കണ്ടു. അപ്പൊ ഞാൻ ആ വഴി പോവായിരുന്നു. സാധനം വാങ്ങിക്കാൻ വെച്ച് കാശിന് ഒരു 50 രൂപ കൊടുത്തു. രാഘവൻ പാവല്ലേ, അവന്റെ കുടം പൊട്ടിപ്പോയില്ലേ. അച്ഛാ, അച്ഛൻ ക്രിക്കറ്റ് കളിച്ചു, രാഘവന്റെ കള്ളുകുടം പൊട്ടിച്ചു. അയാൾ അച്ഛന്റെ കയ്യിൽ നിന്ന് 50 രൂപ വാങ്ങിച്ചു. അതെ, അത് തന്നെ. ഇത് നിന്റെ അമ്മായിയോട് പറഞ്ഞാൽ മനസ്സിലാകുമോ? അവളൊരു കാര്യം ചെയ്യ്, ഒരു 50 രൂപ എടുത്തു. അവൾ അറിയണ്ട. എന്താ മരുമോളുമായിട്ട് ഒരു രഹസ്യം പറച്ചില്? നിന്നെ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള കാര്യം ആലോചിച്ചോണ്ടിരിക്കുക ഞങ്ങള്. സാധാരണ മരുമക്കളെ കൊണ്ട് അമ്മായിമാർക്ക് കിടക്കപ്പുറതി ഉണ്ടാവില്ല. ഇതൊരു പഞ്ചപാപം ആയതുകൊണ്ട് നീ ഇങ്ങനെ ഞെളിഞ്ഞ് കിടക്കല്ലേ. പിന്നെ പിന്നെ അവൾ അങ്ങനെയൊക്കെ പറയും. മോളിയല്ലേ, മറ്റേ മറക്കല്ലേ. എന്റെ അമ്മായിമ്മ കണ്ടില്ലല്ലോ. ഇല്ല. ആ കുന്തം കളിച്ചിനി കണ്ണി കണ്ടെന്ന് ഉടക്കണ്ട. ഓ, അപ്പൊ അവളത് പറഞ്ഞല്ലേ. നിങ്ങൾക്ക് നാണമല്ലേ ഇങ്ങനെ കൊച്ചു പിള്ളേരുടെ കൂട്ട് കളിച്ചു നടക്കാൻ? എടി, എന്റെ ശരീരത്തിനെ പ്രായമായിട്ടുള്ളൂ, മനസ്സ് ഇപ്പഴും ചെറുപ്പാ. ഷഷ്ടിപൂർത്തി 6 ആകുമ്പോഴാ ചെറുപ്പം. വെറുതെ അല്ല, 34 വർഷം ശരിക്കും അധ്വാനിച്ചിട്ടാ ഇപ്പൊ സൂഹിക്കുന്നേ. ഗവൺമെന്റ് സർവീസുള്ള മറ്റ് ഡ്രൈവർമാരെ പോലെ കുത്തിയിരുന്ന് ഉറക്കം തൂങ്ങായിരുന്നില്ല എന്റെ ജോലി. കളക്ടർമാര്, മന്ത്രിമാര്, പോലീസ് ഓഫീസർമാര്, ഇവരെയൊക്കെ പുറകിലിരുത്തി രാവും പകലും വണ്ടി ഓടിച്ചിട്ടുള്ളവനാ ഞാൻ. അന്നൊക്കെ കേന്ദ്രത്തിൽ നിന്നൊരു VIP വന്ന ആദ്യം അന്വേഷിക്കുന്നത് ഡ്രൈവിങ്ങിന് ശങ്കരൻ നായരെ കിട്ടുമെന്നാ. എന്തുകൊണ്ടാ? എന്റെ സൽപ്പേര് കൊണ്ടും സർവീസിലുള്ള എന്റെ ആത്മാർത്ഥം കൊണ്ടുവാ. ഇപ്പൊ പെൻഷനായി, ഇനിയുള്ള കാലം സുഖമായിട്ട് വിശ്രമ ജീവിതം നയിക്കുക. വിശ്രമ ജീവിതം നയിക്കാനാവും സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ വിശ്രമമില്ലാതെ ചുറ്റുന്നത്? എടി, എനിക്ക് എന്താണ് ഇപ്പൊ ഒരു കുഴപ്പം? ശാലീന സുന്ദരിയായ ഒരു ഭാര്യ. ആരും കേട്ടില്ല. നേരം എത്രയായെന്നറിയോ? ഒരു 4-4:30 ആയി കാണും. അല്ല, വാച്ചല്ലേ കയ്യെ കിടക്കുന്നേ? സമയം അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. ഈ ഉളി തേക്കാൻ തുടങ്ങിയിട്ട് നേരം എത്രയായെന്നാ ഞാൻ ചോദിച്ചത്. തേച്ച് ഉളി തീരാറായി. മേസ്ത്രി, ഇത്രയും പേര് പണിഞ്ഞിട്ട് പണിയൊന്നും ആയില്ലെന്ന് പറഞ്ഞാ ഒന്ന് വേഗം നോക്കണോ? നോക്കുന്നുണ്ട്. പണിയൊന്നും നടക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്തായി പെരപണിയൊക്കെ? എന്താവാനാ ശങ്കരേട്ടാ, ഇതിപ്പോഴൊന്നും തീരുന്ന ലക്ഷണമില്ല. രാവിലെ മുതൽ നാട്ടുകാര്യങ്ങൾ, രാഷ്ട്രീയം പറച്ചില്ലോ ഇവർക്ക് പ്രധാനം. ഇവരൊക്കെ ഇവിടെ തർക്കിച്ച സോഷ്യലിസം വരുമോ നാട്ടിൽ? അതെ, പണിയെടുപ്പിക്കാൻ ഒരു വൈഭവം വേണം. പിടിച്ചേ. അപ്പോഴേ ഒന്ന് നിർത്തിക്കേ. പറയട്ടെ, അവനവൻ ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത വേണ്ടേ? വേണം. ഇത് നമ്മുടെ ചോറ. പേർഷ്യയിൽ പോയെന്നരിച്ച് അവിടുത്തെ ഷേഖുമാരുടെ പണപ്പെട്ടി ഒന്നും ഇവനെടുത്തോണ്ട് വന്നിട്ടില്ല. എന്റെ ഒപ്പം പണിയെടുത്തിരുന്ന ഒരു വെറും സാധാ സർക്കാർ ഡ്രൈവറുടെ മകനായവൻ. ശങ്കരേട്ടാ, ഒന്ന് വന്നേ. പണി നടക്കട്ടെ. ഉള്ള സമയം ഉപദേശിച്ച് കളയണ്ട. അത്രയും നേരം പണിയെടുക്കട്ടെ. അല്ല, നമ്മളൊന്നും അറിയാമത്ത കിഴങ്ങന്മാരാന്ന് വിചാരിക്കരുതല്ലോ. വാ മതിയല്ലേ? ഞാനിപ്പോ വരാം. ഇതാരാ? നിങ്ങൾ എന്ത് മനുഷ്യനാ? മുരളിയെ കൊണ്ട് ഇതൊക്കെ എടുപ്പിക്ക? അതിനെന്താ അമ്മനെടുത്തി?
പാലക്കാട് ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോൾ സ്ഥിരം പീഡിയപ്പൊക്കെ ഞാനല്ലായിരുന്നു. അതന്ന് ഇന്ന് അങ്ങനെയാ. ആ ഇന്നും അങ്ങനൊക്കെ തന്നെയാ. ഇവൻ അന്യനൊന്നും അല്ലല്ലോ, നമ്മുടെ കുട്ടിയല്ലേ. വാ വാ. മോനെ. ഞാൻ പറയാൻ ശരിയല്ലേ? ഗീതേ, മുരളി ഇരിക്കുക കേട്ടോ. ദേവുവിന് സുഖം തന്നെയല്ലേ? ആ അസുഖമൊന്നുമില്ല. അമ്പലത്തിലെ ഉത്സവത്തിന്റെ അന്ന് കണ്ടതാ ദേവുവിനെ. അമ്മ ഒരു ദിവസം ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിരിക്കുക. മുരളി കാപ്പി എടുക്കട്ടെ? വേണ്ട, ഞാൻ ഇപ്പൊ കുടിച്ചു. പിന്നെ ഉണ്ണിയേട്ടാ എന്ത് പറയുന്നു? ഇന്ന് ലീവാ, ബാങ്കിന്റെ ചെയർമാനെ കാണാൻ പോയിരിക്കുക. മുരളി എന്നാ തിരിച്ചു പോകുന്നത്? ഗൾഫിലേക്കോ? ചിലപ്പോ തിരിച്ചു പോക്കുണ്ടാവില്ല. ഇവിടെ എന്തെങ്കിലും ബിസിനസ് നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. എത്ര കാലം അന്യനാട്ടിൽ കിടന്നിങ്ങനെ. വീട്ടിലാണെങ്കിൽ അമ്മ ഇന്ദു മാത്രമല്ലേ ഉള്ളൂ. ഇന്ദു ഇപ്പൊ പഠിക്കാൻ പോണില്ലേ? ആ പഠിപ്പൊക്കെ നിർത്തി. മണ്ടിയാണെന്നേ, ഇനി കെട്ടിച്ചു കൊടുക്കണം. ഓ ഇവറ്റകളെയൊക്കെ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? ഇവിടെ ഒരുത്തിയുണ്ട് രമേ, പഠിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നല്ലേ. മോളത്തിന് എണ്ണ എടുത്ത്. ശരി. രമ വരാറായില്ലേ? പൂവ് കോളേജ് വിട്ടാ ചിലപ്പോ ഗോപുനെ കാത്തു നിൽക്കും. അവനും ട്യൂട്ടോറിയെന്ന് ഒരുമിച്ച് ആ ബസ്സിലാ വരിക. ഇറങ്ങും പക്ഷേ. അപ്പോ നിന്റെ പുറകെ നിന്നോട് എന്താ പറഞ്ഞത്? എനിക്കെങ്ങനെ അറിയാം? പോയി ചോദിക്കും. വായി നോക്കികളെ കൊണ്ട് വഴി അടക്കാൻ വയ്യ. ആ രമ ഇന്ന് വൈകിയോ? ഇല്ലല്ലോ. ഗോപു പഠിത്തമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? ഇത്തവണെങ്കിലും 10ാം ക്ലാസ് കിടക്കോ? മുരളിയേട്ടന് വേറെ ഒന്നും ചോദിക്കാനില്ലേ? ആര് കണ്ടാലും പഠിപ്പ് പഠിപ്പ് പഠിപ്പ്. അയ്യോ, എന്തായാലും ഇവൻ മുരളിയേട്ടനെക്കാളും ഭേദമാ. അതെന്താ? 10ാം ക്ലാസ് 6 തവണ എഴുതിയ ആളല്ലേ. ഇവൻ 5 ആകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പഠിപ്പിലേക്ക് എന്തിരിക്കുന്നു? എങ്ങനെയെങ്കിലും ഒരു നല്ല നിലയിലായാൽ പോരെ. രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ 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 പാഹിമാം. അമ്മേ, അടുപ്പത്ത് എന്താ വെച്ചിരിക്കുന്നേ? കരിയുന്ന മണം വരുന്നു. രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ. രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ 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 മതി, പാഹിമാം. മോളകത്ത് പോയിരുന്ന പോലെ പഠിക്കും. പട്ടിയുണ്ടോ? ശങ്കരൻ നായരുണ്ടോ? ഇതിൽ ആരെയാ ഇപ്പൊ വേണ്ടത്? ആ ആ കുഞ്ഞമ്മന്നാണോ? വാ അത്തോട്ടിരിക്കാം. മൂന്തി നേരത്തെ അകത്തേക്ക് കയറുന്നില്ല. ആ എന്നാ പിന്നെ അവിടെ ഇരി. ആ പിന്നെ അച്ഛാ, ആ മോളല്ലേ? ആ ബോള് തന്നെ, വരുബോള്. ബാങ്കിൽ ജോലിയുള്ള കൃഷ്ണനുണ്ണിയുടെ. ആ കുടിക്കാൻ എന്താ? ഒന്നും വേണ്ട, ഇപ്പൊ ചായ കുടിച്ചേ ഉള്ളൂ. പുറത്ത് മഞ്ഞ് വീണ അപ്പ തുടങ്ങും മൂക്കടപ്പും തുമ്മലും. ആ ഞാനൊരു കോളും കൊണ്ടാ വന്നിരിക്കുന്നത്. ആ ഹാജിയാരുടെ തടിക്കമ്പനിയില്ല ഞാനിപ്പോ ഒന്ന് അറിയാവല്ലോ. ആ. മുതലാളി ഒരു പുത്തൻ കാറ് മേടിച്ചിരിക്കുന്നു. ഫോറിനാ. നമ്മുടെ നിരത്തിലൊന്നും ഇറങ്ങാത്ത സാധനം. അവനെ അതിന്റെ തത്വത്തിലൊന്ന് കൊണ്ടു നടക്കാൻ ആരുണ്ടോന്ന് ചോദിച്ചപ്പോ ഞാൻ നിങ്ങളുടെ പേരാ പറഞ്ഞത്. അറിവും വിവരവും ഉള്ള ഒരു ഡ്രൈവർ നമ്മുടെ നാട്ടിൽ നിങ്ങളെ ഉള്ളൂ. അതുകൊണ്ട് മുതലാളി പറഞ്ഞത് നാളെ നിങ്ങളെയും കൂട്ടി അങ്ങോട്ട് ചെല്ലണമെന്നാ. ഓട്ടോ അധികം വരില്ല, തരക്കേടില്ലാത്ത കാശും കിട്ടും. കാര്യം എനിക്കിഷ്ടമുള്ള ഏർപ്പാടാ, പക്ഷെ മോൻ സമ്മതിക്കില്ല. അതെന്താ? നമ്മൾ മോട്ടോർ വാഹനം ഓടിച്ചാ ജീവിച്ചതെങ്കിലും പിള്ളേരൊക്കെ വലിയ വലിയ നിലയിരിക്കുമ്പോൾ അവൻ സമ്മതിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവൻ ബാങ്ക് മാനേജരാ. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ആലോചിക്കാനൊന്നുമില്ല, പിള്ളേര് സമ്മതിക്കില്ല. ആ ഇവിടെ തന്നെ. ആ
എത്രയായി? 10 രൂപ. 10 രൂപ? റെയിൽവേ സ്റ്റേഷൻ ഇവിടം വരെ 10 രൂപയോ? ഇത് എവിടുത്തെ കണക്കാ? എടോ ഇതിന്റെ മീറ്റർ എന്ന സാധനം അവിടെ. മീറ്റർ ഒന്നുമില്ല, 10 രൂപ. എടോ മീറ്റർ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? ന്യായമായ ചാർജ്. എനിക്കൂടെ തോന്നണ്ടേ? ഈ വണ്ടിക്ക് മീറ്റർ ഇല്ല എന്ന് എഴുതിയത് ഞാൻ കേറില്ലായിരുന്നല്ലോ. ഇങ്ങോട്ടാ. എടോ, എടോ. ഓ, ഈ നാട് അടുത്തങ്ങ് നന്നാവുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. എന്തു പറ്റി? അച്ഛാ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടം വരെ വരാൻ ഓട്ടോറിക്ഷയ്ക്ക് 10 രൂപ. 10 രൂപ ആകുമല്ലോ. 10 രൂപയോ? ഞാൻ നമ്പർ കുറിച്ച് വെച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷയുടെ. ഞാനൊന്ന് നോക്കട്ടെ. നീ എന്താ ഇന്നലെ വരാണ്ടിരുന്നേ? എന്റെ അമ്മേ, ഞാൻ എങ്ങനെ വരും? ആ, ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോ ബസ്സിന്റെ സമയം മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. ഒറ്റ ബസ്സില്ല. നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഏതോ അമ്മമാരുടെ ബന്ധു കാരണം ഒറ്റ ട്രെയിൻ ഓടുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ വരും? നിന്നെ കാണാണ്ട് അച്ഛൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഉണ്ണിയെ. പോയ കാര്യം എന്തായി? അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. എടി, എന്നെ കണ്ട ഉടനെ ചേർന്നാൽ എന്താ മിസ്റ്റർ കൃഷ്ണനുണ്ണി, ഇന്നും വല്ല കംപ്ലൈൻസും ഉണ്ടോ എന്ന് ഞാൻ ശരിക്കും തട്ടി കൊടുക്കും. ഇവിടുത്തെ മാനേജർ ഉണ്ടല്ലോ, അവനൊരു പാഠം പഠിക്കും. ഇത് ഇവിടെ നെല്ലാണോ? അല്ല, വാങ്ങിയതാ. അമ്മേ, മുരളി എവിടെ? ചേട്ടന് ഊണ് കഴിഞ്ഞ് ഇറങ്ങിയതാ. പെരപണിയുന്നിടത്തുണ്ടാവും. അവന്റെ കാര്യം ഒന്നും പറയണ്ട. അവൻ എപ്പോഴും അവിടെ തന്നെയാ. എടി പെണ്ണേ, ഇത്തിരി വെള്ളം അടുപ്പത്ത് വയ്ക്ക്. ഇരിക്കു. ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് പണി ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചു. പണി ഉണ്ടായിട്ടില്ല, അവനവിടെ ഓരോന്ന് തൊട്ടും പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അമ്മണിയേച്ചിക്കൊക്കെ സുഖം തന്നെയല്ലേ? പിന്നെ അവക്കാകെ ഒരു അസുഖമുള്ളൂ, എന്നോടുള്ള അസൂയ. എനിക്ക് ഈ വീട്ടിനകത്ത് അടച്ചു പൂട്ടിയിരിക്കുന്ന കാര്യം വലിയ പ്രയാസമാണ്. അതുകൊണ്ടായി ചുറ്റി അടിക്കുന്നതേ. 10-34 കൊല്ലം അധ്വാനിച്ചതല്ലേ, ഇനിയുള്ള കാലം സൂഹിക്കാം. അത് പറഞ്ഞ അവക്ക് സഹിക്കില്ല. ഞാനങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുന്നു. പുരവണി കഴിഞ്ഞിട്ടാവാമെന്ന് വെച്ചാ നമ്മളൊക്കെ ഇനി എത്ര കാലമുണ്ട്? ഇന്ദുവിനൊരു ആലോചന വന്നിട്ടുണ്ട്. ചെക്കനൊരു പോലീസുകാരനാ. അവൾക്കത് ഇഷ്ടമല്ല അത്രേ. നടത്തുമ്പോ രണ്ടാളുടെ ഒരുമിച്ച് നടത്തിയാൽ എന്താന്നാ ഞാൻ ആലോചിക്കുന്നത്. അതാ നല്ലത്. ഇന്ദു വേറൊരിടത്തേക്ക് പോകുമ്പോ ഇവിടെ ഒരാൾ വേണ്ടേ? രമയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാ അവന്റെ ആശ. മുരളിയുടെ അച്ഛനും അതൊരു മോഹമായിരുന്നു. എനിക്കറിയാം. കേശവൻകുട്ടി പണ്ട് എന്നും പറയുമായിരുന്നു, ഒന്നീ തൻ്റെ മോൾ എൻ്റെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ മോൾ തൻ്റെ വീട്ടിലേക്ക്. നമുക്കത് ആലോചിക്കാം. ശങ്കരേട്ട ഇറങ്ങുന്നില്ലേ? എന്താ ശങ്കരേട്ട ഇങ്ങനെ നോക്കുന്നത്? ഈ ശങ്കരേട്ടാന്നുള്ള വിളിയേ മാറ്റേണ്ടി വരും. എനിക്ക് അവനെ പണ്ട് മുതലേ ഇഷ്ടാ. കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന പിള്ളേരെ ഇക്കാലത്ത് കണ്ടുകിട്ടാൻ വിഷമാ. അവിടെ ഭാഗ്യമാണ് ഈ ബന്ധമെന്ന് കരുതിയാൽ മതി. എനിക്കെന്തോ ഇതത്ര വലിയ ബന്ധമായിട്ടൊന്നും തോന്നുന്നില്ല. കാര്യം ഗൾഫിൽ പോയി കുറച്ച് കാശുണ്ടായി കാണും. പക്ഷെ ആ കാശെല്ലാം ഒരു വീട് പണിഞ്ഞ് തീർത്ത് വെച്ചിരിക്കല്ലേ. തന്നെയല്ല, ഇപ്പൊ കല്യാണക്കാര്യത്തിൽ ഗൾഫുകാർക്ക് പൊതുവേ മാർക്കറ്റ് സ്വല്പ ഡിമ്മ. ആ മാർക്കറ്റ് ഒന്നും മുരളിയുടെ കാര്യത്തിൽ നോക്കേണ്ട ആവശ്യമില്ല. അതെ. പിന്നെ നോക്കാതെ കല്യാണം കഴിഞ്ഞാൽ പെണ്ണ് നോക്കാൻ ചെറുക്കനൊരു ജോലി വേണ്ടേ? മുരളി ടൗണിൽ എന്തോ ബിസിനസ് തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു. എന്തോന്ന് ബിസിനസ്? വീഡിയോ ഷോപ്പ്. സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞു. നിനക്കൂടെ എന്താ കാര്യം? പോയി പഠിക്കണം. ഓടാവിടുന്ന്. അങ്ങനെ ഇടതിരിച്ചന്വേഷിക്കൊന്നും വേണ്ട. അവൻ നല്ലവനാ. നമ്മുടെ രമയെ നോക്കാനുള്ള തൻ്റെ ഇടമൊക്കെ അവനുണ്ട്. നമുക്കിത് അധികം വയ്യാതെ നടത്താം. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. അതെന്താ? എനിക്ക് പഠിക്കണം. പഠിച്ചോ. കല്യാണം കഴിഞ്ഞ ഉടനെ പഠിപ്പ് നിർത്തണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. അല്ല, കല്യാണക്കാര്യം പറയുമ്പോ എല്ലാ പെൺകുട്ടികളും പറയുന്നതായത്. അല്ല, എനിക്കിപ്പോ കല്യാണം വേണ്ട. കൊഞ്ചാതെ പോടിയപ്പുറത്ത്. മകരത്തിന് മുമ്പ് നടത്തേണ്ടി വരുവോ? വരുവടാ. എനിക്കിപ്പോ കല്യാണം വേണ്ടെന്നല്ലേ പറഞ്ഞേ? ഡേയ്, അധികം സംസാരിക്കൊന്നും വേണ്ട. കല്യാണം നടത്തണോ വേണ്ടോ എന്ന് ഞങ്ങളെല്ലാം ചേർന്ന് തീരുമാനിക്കും. ഞങ്ങൾ ആണുങ്ങൾ തീരുമാനിച്ചോളാം കേട്ടാ. എനിക്ക് പഠിക്കണം. പേടിക്കാതെ രമേ, എന്നായാലും വേണ്ടതല്ലേ. എനിക്കിപ്പോ കല്യാണം വേണ്ട. ഞാൻ എഴുന്നേറ്റ് വന്നൊരു കുത്തങ്ങ് വെച്ചിരും കേട്ടോ ആസത്തെ. വെറുതെ നിന്ന് ചിണുങ്ങണ്ട. ഒരു നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയില. ഏയ്, ഇത്രയ്ക്ക് പിണങ്ങാൻ എന്തുണ്ടായി? കല്യാണം വേണ്ടെങ്കിൽ വേണ്ട, അത്രയല്ലേ ഉള്ളൂ. പിന്നെന്തിനാ നിർബന്ധിക്കുന്നേ? അതവർക്ക് നിന്നോട് സ്നേഹമുള്ളണ്ടല്ലേ. അത്രയ്ക്ക് സ്നേഹമൊന്നും വേണ്ട. ഏട്ടത്തി, ഒരു മുഖലക്ഷണം പറയട്ടെ. നിന്റെ മനസ്സിൽ മറ്റാരോ ഉണ്ട്.
ആരാ നിന്റെ മനസ്സിൽ? ധൈര്യമായിട്ട് പറ, നിന്നെ ആരും ഒന്നും ചെയ്യില്ല. നോക്ക്, ഏട്ടത്തി നിന്റെ കൂടെയാ. നിന്റെ ഇഷ്ടത്തിനെതിരായി പ്രവർത്തിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. പറ മോളെ. എൻ്റെ കോളേജിൽ മലയാളം പഠിപ്പിക്കുന്ന സാറിന് എന്നെ ഇഷ്ടാ. എന്താ അയാളുടെ പേര്? ശിവൻ.